ഹലോ കൂട്ടുകാരെ, നമസ്കാരം. ഇത് കണ്ടോ, വെള്ളിച്ച ശല്യം, ഇലപ്പേന, ഇല മഞ്ഞളിപ്പ്, ഇല മുരുതിപ്പ് ഒന്നുമില്ലാത്ത വെള്ളക്കാന്താരി കണ്ടോ. ഓരോ കാന്താരിയും ബുള്ളറ്റും മുളകിൻ്റെ അത്രയും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ പറയാൻ വന്ന കാര്യം, കൊച്ചിനെ സ്കൂളിൽ കൊണ്ടാക്കിച്ച് വന്നേ വെറുതെ നമ്മൾ വീട്ടിൽ കുത്തിയിരിക്കുമല്ലോ. അപ്പോൾ ആ സമയം എന്തിനാണ് വെറുതെ നമ്മൾ കളയുന്നത്? അങ്ങനെ ഞാൻ എന്നും ഒരിടത്ത് ഇറങ്ങി ജോലി ചെയ്താണ് കേട്ടോ. എനിക്ക് 5 മിനിറ്റ് വെറുതെ കളയുന്ന ഇഷ്ടമല്ല. അങ്ങനെ കൊച്ചിനെ കൊണ്ടാക്കിച്ച് വന്ന് ഒരിടം തെളിക്കാൻ ഇറങ്ങിയതാണ്. ഒരു സൈഡിൽ നിന്ന് കുറച്ച് തെളിച്ച് വരുവാണ്. അപ്പം അങ്ങനെ തെളിച്ചേച്ച് ആ കള കൊണ്ടുവന്ന് ഓമയുടെയും മുരിങ്ങയുടെയും ചുവട്ടിൽ ഇടാൻ വന്നപ്പോഴാണ് ഉണ്ടല്ലോ, എന്നെ കണ്ടപ്പോൾ കുറച്ച് പേര് പറന്നു പോകുന്നു. എന്താണെന്നോ, ഈ കാന്താരിയുടെ അപ്പുറത്തായിട്ട്, ഈ വെള്ളക്കാന്താരിയുടെ അപ്പുറത്തായിട്ടുണ്ടല്ലോ പച്ചക്കാന്താരി ചട്ടിയിലും നിലത്ത് വെട്ടുന്നാട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അതിൽ കുറേ എണ്ണം ഇവരടിച്ചുകൊണ്ട് പോയി, പഴുത്തത് കുറേയൊക്കെ അടിച്ചുകൊണ്ട് പോയി. അപ്പോൾ എന്നെ കണ്ടപ്പോഴേ ഞാനത് കണ്ടുമില്ല. നമ്മൾ ഇങ്ങനെ ജോലി ചെയ്യുന്ന തിരക്കിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ. അപ്പം ഞാൻ ചപ്പ് കൊണ്ട് കളയാൻ വന്നപ്പോൾ ഇവരെന്നെ കണ്ട് പറന്നു കൂടി. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേനുണ്ടല്ലോ, പച്ചക്കാന്താരി പകുതി മുക്കാലും കൊണ്ടുപോയി. ഇനി ഈ കൊണ്ടുപോകാൻ ഈ വെള്ളക്കാന്താരിയേ ഉള്ളൂ. അതിൽ 2-3 പഴുത്തിട്ടുണ്ട്, പഴുക്കാറായതുകൊണ്ട് പഴുത്തതുമുണ്ട്. അപ്പോൾ അത് കുറച്ച് എന്നാൽ പറിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പം മുളകൊടിച്ച് കഴിക്കാമല്ലോ. ഞങ്ങളുടെ വീട്ടിൽ ഞാനും ചേട്ടനും കൊച്ചും ഞങ്ങൾക്ക് 3നും നല്ല എരിവാണ്. ഞങ്ങൾ 2ഉം എരി കൂട്ടുന്നത് പോലെ ഞങ്ങളുടെ കൊച്ചു എരി കൂട്ടും കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ്. മുളക് കുടച്ച് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അവൻ ഇഷ്ടപ്പെട്ടവൻ കഴിക്കും, ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മുടെ പുരയെടുത്ത് ഞാൻ തെളിക്കാൻ ഇറങ്ങുമ്പോൾ എവിടെ കാന്താരി കണ്ടാലും ഞാൻ അതിൻ്റെ ചുവട്ടിൽ തടവെടുത്തിട്ട് മണ്ണിട്ട് ചുവട്ടിൽ മണ്ണ് ഇട്ട് കൊടുക്കുകയും ചെയ്യും, വളമിട്ട് കൊടുക്കുകയും ചെയ്യും. അതുപോലെ സ്ലറിയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ പിടിപ്പിച്ചെടുക്കും. അപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ അടുക്കളയിൽ കയറി കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പം പച്ചമുളകുണ്ടോ കാന്താരി ഉണ്ടോ എന്നൊക്കെ നോക്കുന്നത്. നമ്മൾ അടുപ്പിൽ ഫ്രൈ പാന് വെച്ച് എണ്ണയൊക്കെ വെച്ച് എണ്ണ ചൂടായി കഴിയുമ്പോഴായിരിക്കും ഇത് ഓർക്കുന്നത്. ആ സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും നമ്മുടെ പുരയിടത്തുണ്ടെങ്കിൽ ഓടിച്ചെന്ന് പറിച്ചുകൊണ്ട് വന്ന് അന്നത്തെ കാര്യം നമുക്ക് സാധിച്ചെടുക്കത്തില്ലേ.